അഡ്വക്കേറ്റ് വിമല ബിനു, ഈ ആരോപണങ്ങളൊക്കെ ഉയർന്നു വന്നപ്പോൾ ഇന്ന് പത്തനംതിട്ടയിൽ മാധ്യമങ്ങളെ കണ്ട രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞത്, ഇന്നലെ ഒരാളും തൻ്റെ പേര് പറഞ്ഞിട്ടില്ല, ഈ റിനി കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ അവരെൻ്റെ സുഹൃത്താണ്, എന്നെ പറ്റിയാണ് പറഞ്ഞതെന്ന് ഞാൻ കരുതുന്നില്ല എന്നാണ്. മറ്റൊരു സംഭവത്തിൽ ഹണി ഭാസ്കർ ഉന്നയിച്ച ആരോപണത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ പറഞ്ഞത്, അവർ ചാറ്റിൻ്റെ ബാക്കി ഭാഗം കൂടി പുറത്തുവിടട്ടെ, തെളിയിക്കട്ടെ എന്നാണ്. ഞാൻ ആരോടെങ്കിലും മോശമായി സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അവർ തെളിയിക്കട്ടെ എന്നാണ്. പല വിവരങ്ങൾ പുറത്തു വരുന്നത് KPCC നേതൃത്വത്തിന് തന്നെ ഇതിനു മുൻപ് പരാതികൾ കിട്ടിയിട്ടുണ്ടെന്നും ഇവിടെ ദീപാദാസ് മുൻഷിക്ക് പരാതികൾ പോയിട്ടുണ്ടെന്നും ഒക്കെയാണ്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ വിഷയത്തോട് നടത്തിയ പ്രതികരണത്തെ വനിത എന്ന നിലയിലും അഭിഭാഷക എന്ന നിലയിലും താങ്കൾ എങ്ങനെ കാണുന്നു? കാരണം ഇരകളാക്കപ്പെട്ട പെൺകുട്ടികൾ അവരോട് തെളിയിക്കാൻ ആവശ്യപ്പെടുന്ന സമീപനത്തെക്കുറിച്ചാണ് അഡ്വക്കേറ്റ് വിമല ബിനു ഞാൻ ചോദിക്കുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ, എന്നെക്കുറിച്ച് സരിൻ പറഞ്ഞ ആരോപണത്തിനൊരു മറുപടി പറയേണ്ടതുണ്ട് പൊതുജനത്തിന്റെ ശ്രദ്ധയിലേക്കെന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ കേരളത്തിലെ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളിൽപ്പെട്ട 3 രാഷ്ട്രീയ പാർട്ടികളിലും മറ്റ് ചെറിയ രാഷ്ട്രീയ പാർട്ടികളിലും പെട്ട നേതാക്കൾക്ക് വേണ്ടിയും പ്രവർത്തകർക്ക് വേണ്ടിയും പലപ്പോഴായി സ്ഥിരമായി ഹൈക്കോടതിയിൽ ഹാജരായിട്ടുള്ള ഒരു അഭിഭാഷകയാണ്. എൻ്റെ കക്ഷികളിൽ CPM ആളുകളുണ്ട്, എൻ്റെ കക്ഷികളിൽ മറ്റ് മുഖ്യധാര രാഷ്ട്രീയ പാർട്ടിയിൽ BJP ക്ലയൻസ് എനിക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് ലീഗൽ സൈഡ് നമ്മൾ ആർക്ക് ഒപ്പീനിയൻ കൊടുക്കുന്നു, ആരുടെ കാര്യത്തിലെ വേർഷനിൽ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നു, ആർക്കൊക്കെ ലീഗൽ ഒപ്പീനിയൻ കൊടുക്കുമെന്നുള്ള എൻ്റെ പ്രൊഫഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. സരിൻ എനിക്കൊരു ചേട്ടനെ പോലെയായിരുന്നു, ഒരു സുഹൃത്തിനെ പോലെയായിരുന്നു ഒരു കാലത്ത്. സരിൻ പാർട്ടിയിൽ നിന്ന് പോയപ്പോൾ ഒരുപാട് വേദനിച്ച ഒരു വ്യക്തികളിൽ ഒരാളാണ് ഞാൻ. കാരണം സരിൻ പാർട്ടിയുടെ ബാക്ക് ബോണായിട്ട് ബാക്ക് എൻഡിൽ പ്രവർത്തിച്ച ഒരാളാണ്. ഇപ്പോഴും അദ്ദേഹത്തോട് ആ റെസ്പെക്റ്റ് നിലനിർത്തുകയും അദ്ദേഹം ഇവിടുന്ന് പോയല്ലോ എന്ന് വേദനിക്കുകയും ചെയ്ത് ഇപ്പോഴും ഈ ദിവസങ്ങളിൽ പോലും ഞാനത് മനസ്സിൽ ഓർക്കുകയും ചെയ്തൊരു വ്യക്തിയാണ്. ഇനി അതവിടെ നിൽക്കട്ടെ. ഇതിനകത്ത് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കൊരു രാഷ്ട്രീയമുണ്ടെന്ന് പറയാൻ യാതൊരു മടിയുമുള്ള വ്യക്തിയല്ല. പക്ഷേ രാഷ്ട്രീയ പാർട്ടികൾക്ക് വേണ്ടി ഞാൻ പലപ്പോഴും ശബ്ദം ഉയർത്താൻ നിൽക്കാതെ ഒരു നിഷ്പക്ഷ സമീപനം എടുക്കുന്ന ഒരു വ്യക്തി തന്നെയാണ്. പിന്നെ ഞാൻ പറവൂരാണ്, എൻ്റെ MLA ആണ് ശ്രീ പ്രതിപക്ഷ നേതാവായ VD സതീശൻ. അപ്പോൾ അദ്ദേഹത്തിനോട് ഞങ്ങൾക്ക് ബഹുമാനമുണ്ടെന്നുള്ള കാര്യം പൊതുസമൂഹത്തിന് മുമ്പിൽ തുറന്നു പറയുന്നതിലും യാതൊരു മടിയുമില്ലാത്ത കാര്യമാണ്. കാരണം അദ്ദേഹം ഞങ്ങളുടെ മണ്ഡലത്തിൽ നടത്തിയിരിക്കുന്ന പ്രവർത്തനങ്ങൾ അത്ര കണ്ട താങ്കൾക്ക് പറയേണ്ട വിശദീകരണമായി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇനി നമുക്ക് ആ പോയിന്റിലേക്ക് വരാം. അതിനകത്തൊന്നും അതെനിക്ക് പറയേണ്ട അല്ല ഇതുകൂടെ പറഞ്ഞോട്ടെ. അതുകൊണ്ട് അദ്ദേഹത്തോട് നടത്തുന്ന നമ്മുടെ MLA നമ്മുടെ മണ്ഡലത്തിൽ നടത്തുന്ന പ്രവർത്തനം കാണുമ്പോൾ നമ്മൾ ബഹുമാനിക്കും. അതിൽ മറ്റൊന്നും നമുക്ക് ആലോചിക്കാനില്ല. പക്ഷെ ഇതിൽ ഞാൻ പറയുന്നു, ഈ പരാതികൾ ഉന്നയിച്ചു എന്ന് മാധ്യമങ്ങൾ പറയുമ്പോഴും ബിഫോർ ദ കോർട്ട് ഓഫ് ലോ എന്താണുള്ളത്? ഏതെങ്കിലും ഒരു പരാതിയുണ്ടോ? ബിഫോർ ദ പോലീസ് ഇൻവെസ്റ്റിഗേഷൻ സിസ്റ്റം ഏതെങ്കിലും ഒരു പരാതിയുണ്ടോ? ഇനി പാർട്ടിയിൽ പരാതി ഞാൻ ചോദിക്കട്ടെ, സരിൻ ചേട്ട അത് ഇന്ന് വന്ന പരാതിയാണ്. ആ പരാതിയിൽ അന്വേഷണം നേരിടുന്നത് കൊണ്ടാണല്ലോ, അല്ലെങ്കിൽ ആ പരാതി വരുന്നതിന് മുമ്പ് തന്നെ ഇദ്ദേഹം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചിട്ടുണ്ട് അല്ലേ? നമ്മൾക്ക് എല്ലാവർക്കും അറിവുള്ള കാര്യമാണ്. സോ ഇപ്പോൾ ഞാൻ ചോദിക്കുന്നത് ഇതൊന്നുമല്ല. ആസ് എ ലോയർ, ദിസ് ഇസ് മൈ ക്വസ്റ്റ്യൻ. ഒരു പരാതി കോജൻ്റായിട്ട് സബ്സ്റ്റാൻഷ്യേറ്റീവായിട്ട് മെറ്റീരിയൽ കണ്ടന്റ് ഉള്ള ഒരു കോജന്റ് പരാതി ഉണ്ട്, രേഖാമൂലമുള്ള ഒരു പരാതി ഉണ്ടായിരുന്നെങ്കിൽ അതിനകത്ത് ആക്ഷൻ എടുത്തില്ലെങ്കിൽ നമ്മൾ എല്ലാവരെയും കണ്ടം ചെയ്യണം. നമ്മൾ ഈ സിസ്റ്റത്തെ, ഈ സംവിധാനത്തെ, നിലപാടുകളെ, നേതാക്കന്മാരുടെ മറിച്ചുള്ള നിലപാടുകളെ കണ്ടം ചെയ്യണം. പക്ഷെ സരിൻ ചേട്ടൻ ഇപ്പോൾ ഉൾപ്പെടുന്ന പ്രസ്ഥാനത്തിൽ P. ശ്രീരാമകൃഷ്ണൻ, P. ശശി, മുഖ്യമന്ത്രിയുടെ 2011 ആരോപണം വന്നതിന് ശേഷം മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിട്ട് അപ്പോയിന്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന ആരെയാണ്? എന്നിട്ട് അതുപോലെ തന്നെ തോമസ് ഐസക്, ഇങ്ങനെ സ്ത്രീകൾ പരാതിപ്പെടാത്ത ആരാണ്? CPM-ന്റെയും BJP-യുടെയും നേതൃസ്ഥാനങ്ങളിലുള്ള സുരേഷ് ഗോപിക്കെതിരെ പരാതിയില്ല സരിൻ ചേട്ടാ. എന്നിട്ട് ഇതിലൊന്നും ഒരു നടപടിയും എടുക്കാതെ അവരൊക്കെ ഇപ്പോഴും പൊതുസമൂഹത്തിലുണ്ട്. അവരൊക്കെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിട്ട് ഒരു വനിത എന്ന നിലയിൽ കൂടിയാണ് ഞാൻ ചോദിച്ചത്. ഞാൻ ചോദിക്കുന്നത് അഡ്വക്കേറ്റ് വിമല ബിനു,
അഡ്വക്കേറ്റ് വിമല ബിനു ഒരു മിനിറ്റ്. അഡ്വക്കേറ്റ് വിമല ബിനു, ഒരു സംഘടനയ്ക്കകത്ത് ഒരു സംഘടനയ്ക്കകത്ത് അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷനകത്ത്, ഒരു സംവിധാനത്തിനകത്ത് വളരെ ഉയർന്ന പദവിയിൽ നിൽക്കുന്ന ഒരാളിൽ നിന്ന് മോശം അനുഭവം അതിൽ ഏറ്റവും താഴേക്കിടയിൽ നിൽക്കുന്ന, ഞാൻ പറഞ്ഞത് അതിന്റെ സംഘടനാ ഘടന അനുസരിച്ചാണ്, നിൽക്കുന്ന പ്രവർത്തകയ്ക്ക് ഉണ്ടായി എന്ന് കരുതുക. അവർ പരാതിപ്പെട്ടിട്ടില്ല എന്ന് കരുതുക, അല്ലെങ്കിൽ അവർ പരാതിപ്പെട്ടത് മുതിർന്ന നേതാക്കളോടാണ് എന്ന് കരുതുക. നമ്മളൊരു ക്ലാസ്സിൽ ഒരു കുട്ടി അവരുടെ പ്രധാന അധ്യാപികയോട് പരാതിപ്പെടുന്നത് പോലെയാണ് പരാതിപ്പെട്ടതെന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ കേസില്ല എന്ന് പറഞ്ഞ് നമ്മൾ മാറ്റിവെക്കുകയാണോ വേണ്ടത്? ഇവിടെ ആളുകൾക്കുണ്ടായിട്ടുള്ള ദുരനുഭവങ്ങളെ കുറിച്ച്, മറ്റ് പെൺകുട്ടികൾക്കുണ്ടായ ട്രോമയെ കുറിച്ച് ഞങ്ങൾക്കറിയാം എന്ന് ആളുകൾ പറയുമ്പോൾ കേസ് എവിടെ എന്ന് ചോദിക്കുന്ന ന്യായവും യുക്തിയുമാണോ താങ്കൾ പ്രതീക്ഷിക്കുന്നത്? പിന്നെ ഇതര സംഘടനകളിലെ പ്രശ്നങ്ങളെ കുറിച്ചാണ് അഡ്വക്കേറ്റ് വിമല ബിനു പറയുന്നതെങ്കിൽ അങ്ങനെ പ്രവർത്തിക്കാനാണോ കോൺഗ്രസ് ഉദ്ദേശിക്കുന്നത്? ഇതിനകത്താരെങ്കിലും നോക്കൂ, ഇതിനകത്താരെങ്കിലും കോജന്റായിട്ട് സബ്സ്റ്റാൻഷിയേറ്റീവ് ആയിട്ട് ഒരു പരാതിയായിട്ട് റിട്ടൺ ആയിട്ട് എഴുതി കൊടുത്തു എന്ന് ആരെങ്കിലും പറയുന്നുണ്ടോ? ഇതിനകത്ത് ഒരു പരാതിക്കാർ പോലും ഇങ്ങനെ റിട്ടൺ ആയിട്ട് ഒരു കംപ്ലൈന്റ് കൊടുത്തതായിട്ട് എവിടെയും കൊടുത്തതായിട്ട് അവർ പറയുന്നില്ല. ഏതെങ്കിലും ഒരു സംവിധാനത്തിനകത്ത് ഇങ്ങനെ ഉന്നത പദവിയിൽ നിൽക്കുന്ന ആളുകളിൽ നിന്ന് ഇത്തരം മോശം അനുഭവം ഉണ്ടായാൽ ഒരുപക്ഷെ അവർക്ക് പരാതിപ്പെടാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഇത്തരം സംഭവങ്ങളിൽ ഒരു പരാതി നേരിട്ട് പരാതിപ്പെടാതെ ഇത്തരം ഒരു പരാതി ഉണ്ടെന്ന് അറിഞ്ഞാൽ അവർക്ക് കേസ് കൊടുക്കാം എന്നൊരു വ്യവസ്ഥ തന്നെ ഇവിടെ ഉള്ളത്. ഇതിങ്ങനെ ദുർബലരായി പോകുന്ന, ഒരുപക്ഷെ അവർക്ക് ശബ്ദമുയർത്താൻ പറ്റാത്ത ഒരു അവസ്ഥയുണ്ടെങ്കിൽ അവരുടെ സംരക്ഷണത്തിന് വേണ്ടിയാണ്. അഭിഭാഷകൻ എന്ന നിലയിൽ താങ്കൾ യു ഷുഡ് ഹാവ് നോൺ ഇറ്റ് ബെറ്റർ ദാൻ മീ. നോക്കൂ, ഇതിനകത്ത് ഒരു പരാതി ഇല്ലാത്ത സാഹചര്യമായിരുന്നു ഇന്ന് ഉച്ചവരെ ഉണ്ടായിരുന്നത്. അതിനെക്കുറിച്ച് നമ്മൾ സംസാരിക്കണം. പിന്നെ നമ്മൾ സംസാരിക്കേണ്ട മറ്റു ചില കാര്യങ്ങളുണ്ട്. ഈ ലൈംഗിക പീഡന പരാതികളാണ് കേരളത്തിലെ രാഷ്ട്രീയത്തെ അല്ലെങ്കിൽ കേരളത്തിലെ മാധ്യമങ്ങളെ നയിക്കുന്നതെന്ന് ആലോചിക്കുമ്പോഴാണ് എനിക്ക് സങ്കടം വരുന്നത്. നമുക്ക് 6 ലക്ഷം കോടി കടം 2026 മാർച്ചോടുകൂടെ നമ്മൾ 6 ലക്ഷം കോടി കടത്തിലെത്തുന്ന മനുഷ്യരാണ്. നമ്മളുടെ ചൂരൽമല ദുരന്തം നമ്മുടെ മുമ്പിലുണ്ട്. 16,000 എയ്ഡഡ് അധ്യാപകർക്ക് സാലറി കിട്ടില്ല. നമ്മുടെ മുന്നിൽ നിസ്സഹായരായി നിൽക്കുന്ന പെൺകുട്ടികളുടെ പ്രശ്നങ്ങളുമുണ്ട്. അഡ്വക്കേറ്റ് വിമല ബിനു, താങ്കൾ ഒരു കേസ് എടുക്കുമ്പോൾ, ഇപ്പൊ താങ്കൾ പറഞ്ഞല്ലോ BJP-യുടെയും CPM-ന്റെയും കോൺഗ്രസിന്റെയും ഒക്കെ കേസുകൾ എടുക്കുന്ന ആളാണ് താങ്കളെന്ന്. അപ്പോൾ താങ്കൾ ഒരു കേസ് ഏറ്റെടുക്കുമ്പോൾ താങ്കൾ ഈ കാര്യങ്ങളൊക്കെ ആയിരിക്കും പരിഗണിക്കുക. അതായത് സാമൂഹിക പ്രസക്തിയുള്ള വിഷയമാണോ, പൊതു താല്പര്യത്തിന് ഉതകുന്നതാണോ, രാഷ്ട്ര നന്മയ്ക്ക് ചേരുന്നതാണോ, രാഷ്ട്രീയത്തിന്റെ മൂല്യവ്യവസ്ഥിതിക്ക് യോജിക്കുന്നതാണോ, ഇതൊക്കെ നോക്കിയിട്ടായിരിക്കും താങ്കൾ കേസുകൾ എടുക്കുന്നത്, അല്ലെ അഡ്വക്കേറ്റ് വിമല ബിനു? ഇവിടെ സ്ത്രീകൾ, നിസ്സഹായരായ പെൺകുട്ടികളുടെയും സ്ത്രീകളുടെയും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് പെൺകുട്ടിയുടെ നോക്കൂ ഞാൻ പറയട്ടെ, മെറ്റീരിയലായ, കണ്ടന്റായ, മെറിറ്റോറിയസ് ആയ കേസ്, ഇന്നലെ വേടന്റെ കേസിൽ ഞാനാണ് പരാതിക്കാരിക്ക് വേണ്ടി കോടതിയിൽ ഹാജരായത്. കോടതി എന്നോട് ചോദിച്ചത് എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? മെറ്റീരിയൽ എവിഡൻസസ് എവിടെ? നിങ്ങൾക്ക് വാട്സപ്പ് ചാറ്റുകളോ ഫേസ്ബുക്ക് പോസ്റ്റുകളോ അല്ലെങ്കിൽ മാഗസിനുകളിൽ വന്ന റിപ്പോർട്ടുകളോ ഒന്നും ഈ കോടതിക്ക് മുമ്പിൽ ഒരു വിഷയമല്ല. നിങ്ങളറിയാം, നിങ്ങൾ എല്ലാ മാധ്യമങ്ങളും ആ വാർത്ത പുറത്തുവിട്ടതാണ്. ഈ കോടതിക്ക് മുമ്പിൽ വിഷയം വാട്ട് ഈസ് ദ മെറ്റീരിയൽ കോജന്റ് എവിഡൻസ് ദാറ്റ് യു ഹാവ് എന്നാണ് ഞാൻ പറയുന്നത്. ലോ ആൻഡ് ഓർഡർ സിസ്റ്റത്തിൽ അല്ല, ഒരിക്കലുമല്ല. ഞാൻ പറയട്ടെ, ഇത്തരത്തിലൊരു പരാതി വന്ന് 12 മണിക്കൂർ ഒരു പകൽവട്ടം മായുന്നതിന് മുമ്പ് ആ വ്യക്തി ആ സ്ഥാനത്ത് നിന്ന് മുഖം നോക്കാതെ നടപടിയെടുത്ത് മാറ്റിയ ഒരു നിലപാടിന് ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.